ഞാനൊരു ദിവസം ഒരു മധ്യ കേരളത്തിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുക. അപ്പോൾ കൊട്ടക്കുണ്ട് നടക്കുമ്പോൾ കുഴിയുള്ള റോഡാണ്, കുറച്ച് കുഴിയൊക്കെ വെള്ളം കെട്ടിയിരിക്കും, മഴയൊക്കെ മാറിയ സമയം. അപ്പോൾ ഞാൻ MLA ചോദിച്ചു, MLA പറഞ്ഞത് പഞ്ചായത്ത് റോഡാന്ന് പറഞ്ഞു. ഓ അത് ശരി എന്ന്. പെട്ടെന്ന് ഒരാൾ നിലത്ത് വീഴുക. ഞാൻ പേടിച്ചു, ഇതെന്താ സംഭവം എന്ന്. നോക്കുമ്പോൾ ഒരു ക്യാമറാമാനാണ്. നിലത്ത് വീണിട്ട് കുഴിയും എൻ്റെ കാലും കൂടി കിട്ടുന്ന നിലയിൽ ചെരിഞ്ഞൊരു ഫോട്ടോ എടുത്തു. അയാളെ ഷർട്ടിലൊക്കെ പാവത്തിൻ്റെ ഷർട്ടിലൊക്കെ ചളിയായിട്ടുണ്ട്. ഞാൻ നടന്നു സ്റ്റേജിൽ പോയിരുന്നു, പരിപാടി കഴിഞ്ഞ്. പിറ്റേ ദിവസം ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കുഴീൻ്റെ മുകളിൽ കാലിങ്ങനെ പൊക്കി നിൽക്കുന്ന എൻ്റെ ചിത്രമാണുള്ളത്. അപ്പം ഇത് ഞങ്ങളെ വകുപ്പിൻ്റെ റോഡല്ല എന്ന് പറയാൻ പറ്റില്ല. പലരും പറഞ്ഞത് എഴുതിയിട്ട് കാര്യമില്ല. ഏത് വകുപ്പിൻ്റെ റോഡായാലും ഏത് പഞ്ചായത്തിൻ്റെ റോഡായാലും, അത് LDF ഭരിക്കുന്ന പഞ്ചായത്ത് ആയിക്കൊള്ളട്ടെ, UDF ഭരിക്കുന്ന പഞ്ചായത്ത് ആയിക്കൊള്ളട്ടെ, നല്ല റോഡുണ്ടാവണം. അപ്പോൾ അതിനപ്പോൾ നമ്മൾ ന്യായീകരിച്ച് പോയിട്ടൊന്നും കാര്യമില്ല. അയ്യോ അത് നമ്മളതല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പല സ്ഥലത്ത് പോകുമ്പോൾ, ഇപ്പോൾ കല്യാണം വിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പോകുമ്പോൾ ചിലർ പ്രായമായ അമ്മമാരൊക്കെ കൈപിടിച്ചിട്ട് പറയും, മോനെ ഞങ്ങൾ ആ ബൈക്കുള്ള റോഡ് അതൊന്ന് ടാർ ചെയ്ത് തരണം. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഉള്ളോട്ടുള്ള റോഡായിരിക്കും. പഞ്ചായത്ത് ചിലപ്പോൾ UDF ഭരിക്കുന്ന പഞ്ചായത്തായിരിക്കും. പക്ഷേ ഈ അമ്മയുടെ മനസ്സിലെന്താ, അത് ഈ PWD മിനിസ്റ്ററാണ് സഹായം, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ പൊതുവേ റോഡുകൾ ഇപ്പോൾ നല്ല നിലയിൽ റോഡുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചു പോകാം.